പത്തനംതിട്ടയിൽ നിന്ന് കൊല്ലത്തേക്കൊഴുകുന്ന പള്ളിക്കലാറ് ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. അനധികൃത മണലെടുപ്പും തീരങ്ങളിലെ കയ്യേറ്റവും മാലിന്യം തള്ളുന്നതും പുഴയുടെ ഈ അവസ്ഥയ്ക്ക് കാരണമാണ്. ഇതോടെയാണ് കണ്ടൽ ചെടികളും മുളയും നട്ട് പുഴ സംരക്ഷിക്കുന്നതിനായി CPIM രംഗത്തെത്തിയത്. തൊടിയൂർ പാലത്തിന് സമീപം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തൈകൾ നട്ട് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നെൽവയലുകളെല്ലാം നികത്തുന്നതോടുകൂടി വലിയ മഴവെള്ള സംഭരണിയാണ് കേരളത്തിൽ ഇല്ലാതായത്. ഇതോടൊപ്പം കിണറുകളും തോടുകളുമൊക്കെ മഴവെള്ളം സംഭരിച്ചു വെക്കുന്ന പ്രദേശങ്ങളാണ്. എന്നാൽ ഇതുകൊണ്ട് മാത്രം നമ്മൾക്ക് തൃപ്തി അടയാൻ സാധിക്കാത്ത വിധത്തിൽ ഉള്ള പ്രശ്നമാണ് നാം നേരിടുന്നത്. അതുകൊണ്ടാണ് മഴ പെയ്യുന്ന സന്ദർഭത്തിൽ ആ വെള്ളം നമുക്ക് മണ്ണിലേക്ക് കിരിഞ്ഞിറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കാൻ മഴക്കുഴികൾ നിർമ്മിക്കുക എന്നത് വ്യാപകമായൊരു പദ്ധതിയായി ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. കൊല്ലം ജില്ലാ പഞ്ചായത്താണ് തൈകൾ നൽകിയത്. പത്തനംതിട്ട കൊടുമണിൽ തുടങ്ങി 42 കിലോമീറ്റർ ഒഴുകിയാണ് പള്ളിക്കലാർ വട്ടക്കായലിൽ പതിക്കുന്നത്. റിപ്പോർട്ടർ കൊല്ലം.